ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബ്ലൗസ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ശേഷം എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ബ്ലാക്ക് കളറിലെ കോട്ടൺ മെറ്റീരിയലാണ്. തുടക്കക്കാരായ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. 42 സൈസ് വരുന്ന ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റെല്ലാം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തുണി നമുക്ക് ഇതേപോലെ രണ്ടായി മടക്കിയിടാം. ഇതേപോലെയാണ് മടക്കിയിടേണ്ടത്. നമ്മൾ നിൽക്കുന്ന വശത്ത് മടക്ക് വശം വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കിയിടേണ്ടത്. ഓപ്പോസിറ്റ് ഭാഗം എപ്പോൾ ഓപ്പൺ ഭാഗമായിട്ടിരിക്കണം. ഇനി നമുക്ക് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ ലെങ്ത്താണ്. ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത്ത് 16 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് കൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പടക്കം ആണ് 16 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് 16 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഷോൾഡർ 14 ഇഞ്ചാണ്. പക്ഷേ സാധാരണ 14 ഇഞ്ച് ഷോൾഡർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ടാണ് ബ്ലൗസിനെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 12ൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. 12ൻ്റെ പകുതി 6 ഇഞ്ചാണ് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നീളവും ഷോൾഡറും മാർക്ക് ചെയ്തത് തമ്മിൽ യോജിപ്പിച്ചിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. കൈക്കുഴി നമ്മൾ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. കൈക്കുഴി ഇതേപോലെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ അതായത് ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് 6 ഇഞ്ച് കിട്ടുന്നുണ്ടോ നമ്മൾ അളന്ന് നോക്കണം. അപ്പോൾ 6 ഇഞ്ച് കിട്ടുന്ന അവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് വരുന്നത് 42 ഇഞ്ചാണ്. 42ൻ്റെ 1/4 ഭാഗം മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 1/4 ഭാഗം വരുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് നമുക്ക് ലൂസിന് വേണ്ടി മാർക്ക് ചെയ്യാം. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് അളവും തയ്യൽ തുമ്പും ലൂസിനുള്ളതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. 42 സൈസിന് 36 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് 36ൻ്റെ 1/4 9 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ലൂസിന് വേണ്ടിയിട്ട് 1 ഇഞ്ചും തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ നമുക്ക് യോജിപ്പിച്ചിട്ടെടുക്കാം. ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നത് പോലെ ഇതേപോലെ ടാപ്പ് വെച്ചതിന് ശേഷം 1.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ആം ഹോളിൻ്റെ ഇതേപോലെ കർവ് വരച്ചെടുക്കാം. ഇല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്താൽ മതി. തീരെ അറിയാത്തവരെല്ലാം ആണെങ്കിൽ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ആം ഹോൾ കർവ് വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് കഴുത്ത് നീളമാണ്. കഴുത്ത് നീളം സാധാരണ എടുക്കുന്ന ഇഞ്ചിനെക്കാട്ടും 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇപ്പോൾ 8 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 8നോട് 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 8.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കഴുത്തിറക്കം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചാണ് എടുക്കുന്നത്. 8 ഇഞ്ചിനോട് 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച്, അതായത് 1/2 ഇഞ്ച് നമ്മൾ എപ്പോഴും കൂട്ടിയെടുക്കണം. അപ്പോൾ ഇനി മാർക്ക് ചെയ്യുന്നത് കഴുത്ത് വീതിയാണ്. കഴുത്ത് വീതി ഞാൻ 2.25 എടുക്കുന്നത്. 3 ഇഞ്ച് വരെ ആവാം, 3 ഇഞ്ച് വരെ എടുക്കാം. നമുക്കിപ്പോൾ 2.25 ഇഞ്ച് മതിയാവും. നിങ്ങൾക്ക് 3 ഇഞ്ച് വേണമെങ്കിൽ 3 ഇഞ്ച് വരെ എടുക്കാം.
കഴുത്ത് വീതി മാർക്ക് ചെയ്തതിന് ശേഷം കഴുത്ത് നീളവും കഴുത്ത് വീതിയും തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒരു കോണ് പോലെ നമുക്ക് വരച്ചെടുക്കാം. കോണ് പോലെ ഇതേപോലെ വരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് വീതിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ പുറത്തേക്കൂടെ, അതായത് കോൺ വരച്ചതിന് പുറത്തേക്കൂടെ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കാൻ. കഴുത്ത് അങ്ങനെ വീതിയൊന്നും വേണ്ട, സാധാരണ നോർമൽ കഴുത്ത് മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. നോർമൽ ഉള്ളിൽ ഇതേപോലെ കർവ് പോലെ വരച്ചെടുത്താൽ മതി. ഇപ്പോൾ ആം ഹോൾ കർവ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒരു കർവ് ഉള്ളിലായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. വൈഡായിട്ട് ഇങ്ങനെ വീതിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. നോർമലായിട്ട് വേണമെന്നുള്ളവർ അങ്ങനെയും ചെയ്യാം. നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ഇതേപോലെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചെരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുണി നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വെക്കണ്ട, നോർമൽ രീതിയിൽ വെച്ചാൽ മതിയെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എനിക്ക് തുണി തികയേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ കഴുത്തിൻ്റെ ഭാഗം ഇതേപോലെ ചോക്ക് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ കൈക്കുഴിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ താഴ്ഭാഗത്തായിട്ട് 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് അളവിൽ ഇതേപോലെ നമുക്ക് മൊത്തത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക് നെക്കിനേക്കാളും 1 ഇഞ്ച് നീളം നമുക്ക് കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാർക്ക് ചെയ്ത ശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതേപോലെ 4 ഇഞ്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെയായിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്ക് ഇടുമ്പം തുണി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും ഫ്രണ്ട് പീസിന്. അതിന് ശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 1/4 ഇഞ്ചിൽ അവിടേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ ബാക്ക് പീസ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ താഴ്ഭാഗത്തുനിന്ന് ഇതേപോലെ മുകളിലോട്ടേക്ക് 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ടാപ്പ് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക. 13 ഇഞ്ച് നമുക്ക് മുകളിലോട്ടേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അളവെല്ലാം കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇതേപോലെ നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തേ കൂടി ഇതേപോലെ നമ്മൾ ഒരു ജസ്റ്റ് നമ്മളൊരു ഷേപ്പ് പോലെ വരച്ചു കൊടുക്കണേ. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് ബാക്ക് പീസിനെക്കാട്ടും കുറച്ച് ഇറക്കം കുറവാണ് വേണ്ടത്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ചാണ് വേണ്ടത്. 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ കർവ് പോലെ നമുക്കൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്കൂടെ ജസ്റ്റ് കർവ് പോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ മാർക്ക് ചെയ്തെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ കൈക്കുഴി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കുഴിച്ച് വെട്ടണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടക്കെല്ലാം വരുമ്പോൾ നമ്മളെ കൈക്കുഴീൻ്റെ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കൈക്കുഴി അതേപോലെ ജസ്റ്റ് കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ 3 ടെക്ക് ഇടണം. ആ 3 ടെക്കിന് വേണ്ട അളവുകളെല്ലാം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ടെക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അവിടെ നമുക്ക് 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഒരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുക്കാം. അടുത്ത ടെക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്തതിന് സെൻറ്റർ ജസ്റ്റ് ഒന്ന് ആ തറ്റത്ത് ജസ്റ്റ് ഒന്ന് സെൻറ്റർ മനസ്സിലാകാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് ജസ്റ്റ് ചെറിയ കട്ടിങ് നമുക്ക് കത്രിക കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ കട്ടിങ് കൊടുത്ത് അവിടെ നിന്ന് തൊട്ട് ഒരു 2.25 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ ജസ്റ്റ് കോണ് പോലെ ജസ്റ്റ് അതുപോലെ ഒന്ന് ടെക്ക് ഇടുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ടെക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് അകലം 3 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഒരു ത്രികോണം പോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഫസ്റ്റത്തെ ടെക്കിൻ്റെ അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ 2 ടെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഫസ്റ്റ് മാർക്ക് ചെയ്ത ടെക്കും സെക്കൻഡ് മാർക്ക് ചെയ്ത ടെക്കും തമ്മിൽ 2 ഇഞ്ച് അകലം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മളത് അളന്ന് നോക്കുക. 2 ഇഞ്ച് കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്മൾ വരഞ്ഞത് കുറച്ചുകൂടെ ഒരു നീളത്തിൽ വരഞ്ഞു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. മൂന്നാമത്തെ ടെക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മാർക്ക് ചെയ്ത ടെക്കിൽ നിന്നും 2 ഇഞ്ച് അകലം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇതേപോലെ കൈക്കുഴിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലൗസിന് വേണ്ട 3 ടെക്കുകളും മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തന്ന പോലെ തന്നെ ലെഫ്റ്റും റൈറ്റും പാർട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ ഒരു പാർട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ, അത് മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പീസില്ലേ അത് ഫ്രണ്ട് പാർട്ടിൻ്റെ താഴെയായിട്ട് വരുന്ന പീസാണ്. അങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് ബാക്ക് പീസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ബ്ലൗസ് മെഷർമെൻറ്റും കട്ട് ചെയ്യുന്നതുമായിരുന്നു.